وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. صدق الله العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു തആല ഇനി സ്വർഗ്ഗ നരകങ്ങളെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. പാരത്രികമായ ജീവിതത്തെയും അതിൻ്റെ പുനരുദ്ധാരണം എങ്ങനെയാണ്, ആ സമയത്ത് ജനങ്ങളുടെ സ്ഥിതിവിശേഷമെന്നും റബ്ബിന്റെ സമക്ഷത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നുമൊക്കെ പരാമർശിച്ചു. ഇനി അതിന്റെ വിചാരണ കഴിഞ്ഞ് സ്വർഗീയ അവകാശികൾക്ക് സ്വർഗം നൽകുന്നതും നരകത്തിന്റെ അവകാശികൾക്ക് നരകം നൽകുന്നതുമായ ആ സ്വർഗ നരകങ്ങളുടെ മുഖചിത്രം നമുക്ക് മുമ്പിൽ ഒന്ന് കാണിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗീയ അവകാശികൾ, നിശ്ചയമായും അന്നേ ദിവസം സ്വർഗത്തിന്റെ അവകാശികൾ, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അന്നേ ദിവസം സ്വർഗത്തിന്റെ ആളുകൾ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അവർ വ്യത്യസ്തമായ മഹത്വമേറിയ വ്യത്യസ്തമായ ശുഗ്ലുകളിൽ, ചില ജോലികളിൽ അവർ വ്യാപൃതരായിരിക്കും. ചില ജോലികളിൽ അവർ ആനന്ദം കൊള്ളുന്നവരായിരിക്കും. ചില ജോലികളിൽ അവർ സുഖമെടുക്കുന്നവരും ആസ്വദിക്കുന്നവരുമായിരിക്കും അന്നേ ദിവസം എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, വ്യത്യസ്തമായ സുഖരസങ്ങളിൽ അവർ മതിമറന്ന് ഉല്ലസിക്കുന്നവരായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിലൂടെ തന്നെ സ്വർഗീയ അനുഭൂതി എന്താണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ഒരു പ്രയോഗം, സ്വർഗീയ അവകാശികൾ വ്യത്യസ്തമായ ജോലികളിൽ അവർ എന്താണ്, മതിമറന്ന് സുഖമെടുത്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് വ്യാപൃതരായിരിക്കുമെന്ന് പറയുമ്പോൾ, ഒരു കാര്യത്തിൽ മാത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ദിവസം എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ കഴിക്കുക, അത് നമ്മളെ മടിപ്പിക്കും. എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ കഴിക്കാൻ നമ്മളെ മടിപ്പിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരുപോലത്തെ വസ്ത്രമാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമാകട്ടെ, ഏത് ദുന്യവിയായ ഏത് കാര്യമാണെങ്കിലും ആവർത്തിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആവർത്തിച്ച് അതിന്റെ സുഖമെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു മടിപ്പ്, ഒരു കുറവ് നമുക്കൊരു ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ആ ഒരു കുറവോ ഫീലിങ്ങോ അവിടെ സ്വർഗത്തിൽ വരാറില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്ന നിലയ്ക്ക്, ഉദ്ദേശിക്കുന്ന നിലയ്ക്ക് വ്യത്യസ്തമായ സുഖങ്ങൾ, രസങ്ങൾ, ആനന്ദങ്ങൾ, അനുഭൂതികൾ ആ സ്വർഗത്തിലുണ്ട്. അല്ല, ഇന്ന അനുഗ്രഹമല്ല, ഇന്ന പ്രതിഫലമല്ല, സ്വർഗത്തിലെ ഇന്ന സ്ഥാനമല്ല. ആ ഓരോ ദർജയിലായിരിക്കും സ്വർഗത്തിൽ. ആ ഓരോ ദർജയിലും വ്യത്യസ്തമായ സുഖരസങ്ങളിലായിരിക്കും സ്വർഗീയവാസികൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ.
എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയുന്നു, എത്ര മനോഹരമായിട്ടാണ് വിശദീകരിക്കുന്നത്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ. ഹും വഅസ്വാജുഹും, അന്നേ ദിവസം സ്വർഗീയ അവകാശികളും അതുപോലെ തന്നെ വഅസ്വാജുഹും, അവരുടെ ഇണകളും, സ്വർഗീയ അവകാശികളും അവരുടെ ഇണകളും ഫീ ളിലാലിൻ, അവരെവിടെയായിരിക്കും? അവരൊരു തണലിലായിരിക്കും, അവർ തണലുകളിലായിരിക്കും. അലൽ അറായികി മുത്തക്കിഊൻ, അലങ്കൃതമായ ഡെക്കറേഷൻ ചെയ്യപ്പെട്ട സോഫകളിൽ അവർ ചാരിയിരുന്നു കൊണ്ട് സ്വര പറഞ്ഞ് ഉല്ലസിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് അവരുടെ ഭാര്യമാരോടൊപ്പം ഇണകളോടൊപ്പം അവർ ഉല്ലസിക്കുന്നവരായിരിക്കും സ്വർഗീയ ലോകത്തിൽ എന്ന് പരിശുദ്ധമായ ഖുർആൻ. കണ്ടോ? ഭാര്യമാർ തന്റെ ഇണകളാകുന്ന ഭർത്താക്കന്മാരോട്, ഭർത്താക്കന്മാർ അവരുടെ ഇണകളാകുന്ന ഭാര്യമാരോട് സോഫകളിൽ ഡെക്കറേഷൻ ചെയ്യപ്പെട്ട അലൽ അറായികി മുത്തക്കിഊൻ, അലങ്കൃതമായ സോഫകളിൽ ചാരി ഇരുന്നു കൊണ്ട് അവർ ശൃംഗരിച്ചു കൊണ്ടിരിക്കും, ചാരിയിരുന്നു കൊണ്ട് അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ആ സ്വർഗീയ ലോകത്തിൽ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. എന്നിട്ട് വീണ്ടും സ്വർഗത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. ലഹും, അവർക്കുണ്ട്, ഫീഹാ, ആ സ്വർഗീയ ഉദ്യാനത്തിൽ അവർക്കുണ്ട്, ഫാകിഹത്തുൻ, ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്, ധാരാളം ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ അവർക്കുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ലഭിക്കും. അതാണ് ശേഷം പറയുന്നത് വലഹും മാ യദ്ഊൻ എന്ന് മാത്രമല്ല, ആ സ്വർഗീയ ലോകത്ത് ഫലങ്ങളും പഴങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ അവിടെ ഉണ്ടെന്ന് മാത്രമല്ല, വലഹും മാ യദ്ഊൻ, അവർ തേടുന്നതനുസരിച്ച്, അവർ ആഗ്രഹിക്കുന്നതനുസരിച്ച് എന്താണോ ആവശ്യപ്പെടുന്നത്, ചോദിക്കണ്ട, തന്റെ മനസ്സ് എന്താണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്നതൊക്കെയും അവന്റെ അരികിലേക്ക് എത്തും. അതാണ് സ്വർഗീയ ലോകമെന്ന് പരിശുദ്ധമായ ഖുർആൻ. മിൻ കുല്ലി നൗഇൻ മിൻ അൻവാഇൽ ഫവാകിഹ്, പഴവർഗ്ഗങ്ങളിൽ വ്യത്യസ്തമായ ഇനങ്ങൾ, ദുനിയാവിൽ കണ്ടതും കാണാത്തതും, ദുനിയാവിന്റെ ഉപരിതലത്തിൽ മുളച്ചു വന്നതും മുളച്ചു വരാത്തതും, രുചിയേറിയതും വ്യത്യസ്തമായ രുചികളുള്ളതുമൊക്കെ വ്യത്യസ്തമായ ഇനത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ നിനക്കവിടെ കിട്ടും, ഭക്ഷണ പദാർത്ഥങ്ങൾ നിനക്ക് ലഭിക്കും. അത് ഒന്ന് തന്നെയല്ല, എല്ലാ ദിവസവും നമുക്ക് ആപ്പിൾ തന്നെയാണ് തരുന്നതെന്നിരിക്കട്ടെ, കുറെ ദിവസം കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. ഒരേ ദിവസം ഒരേ രീതിയിലുള്ള ഭക്ഷണമാണ് നമുക്ക് സ്വർഗീയ ലോകത്ത് തരുന്നതെങ്കിൽ ദുനിയാവ് പോലെയല്ലല്ലോ, അനശ്വരമായി അങ്ങ് കിടക്കുകയാണ് ലോകം, മരണമില്ലാത്ത അനന്തമായ ലോകമാണ്. ആ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ തോതനുസരിച്ച്, നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നതിന്റെ തോതനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ ആസ്വാദനങ്ങളും നൽകുന്നത് എന്ന് പരിശുദ്ധമായ കുറെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ സ്വർഗീയ ഉദ്യാനങ്ങളിലുള്ള ഭവനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് അവർ അവരവരുടെ ആനന്ദത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയി മടങ്ങി അവരെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാർ തന്റെ ഭർത്താവിനെ നോക്കിയിട്ട് പറയുമത്രേ, ഏ മനുഷ്യ, നിങ്ങൾ ഇവിടുന്ന് പോയപ്പോലുള്ള ഭംഗിയല്ലല്ലോ ഇപ്പോൾ നിങ്ങൾക്ക്, വല്ലാത്ത ഭംഗി നിങ്ങളിൽ കൂടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന അവസ്ഥയിലുള്ള ആ ഒരു മനുഷ്യനല്ല നിങ്ങൾക്കൊരുപാട് ഭംഗി കൂടിയിട്ടുണ്ട്, നിങ്ങളെ ഗ്ലാമർ വർദ്ധിച്ചിട്ടുണ്ട്. ഇതേ അവസ്ഥയിൽ തന്നെ ഭർത്താവും ഭാര്യയോട് പറയും, എടീ പെണ്ണെ, ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള ഭംഗിയല്ല കേട്ടോ നിനക്ക്, നിന്നെ കാണാൻ എന്തൊരു ചേലാണ്. ഇപ്പോഴും നിനക്ക് ഞാൻ പോകുന്നതിന് മുമ്പുള്ള ഭംഗിയല്ല നിനക്കുള്ളത്, നിനക്കൊരുപാട് ഭംഗി കൂടിയിരിക്കുന്നു, ഭംഗിയുടെ ആധിക്യം സംഭവിച്ചിരിക്കുന്നു എന്ന് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംഭാഷണം നടത്തുമെന്ന്
മഹാന്മാർ സ്വർഗീയ അനുഭൂതികളുടെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളുടെ വിശദീകരണത്തിൽ കൊടുക്കുന്നതായി കാണാം. ഇങ്ങനെ എല്ലാ മേഖലകളിലും സുഖമെടുക്കുന്ന, ആനന്ദിക്കുന്ന, ആസ്വദിക്കുന്ന എല്ലാ മേഖലകളിലും വ്യത്യസ്ത തലങ്ങളിലൂടെ, വ്യത്യസ്ത ചിന്തകളിലൂടെ, വ്യത്യസ്ത ആസ്വാദനങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോകുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ ഓതി വെക്കുന്നത്. ഇതിലൂടെ തന്നെ ഈ സൂറത്ത് യാസീനിൽ വിശദീകരിക്കുന്ന സ്വർഗീയ അലങ്കാരത്തെ പറ്റി പറയുമ്പോൾ ആ ആയത്തിലൂടെ തന്നെ സ്വർഗീയ ലോകത്തിന്റെ മുഖചിത്രം നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു തആല വരച്ച് കാണിക്കുകയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. എന്നിട്ട് അവസാനമായി അല്ലാഹു തആല അവിടുന്ന് സ്വർഗീയ അനുഭൂതിയിലായിരിക്കും നമ്മൾ. ആസ്വാദനങ്ങളിൽ മതിമറന്നുകൊണ്ടിരിക്കുമ്പോൾ കരുണക്കടലായ റബ്ബ്, ആ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ മന്ത്രോച്ചാരണം നമ്മളിലേക്ക് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവരിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു നമ്മളോട് രക്ഷ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ സലാമത്ത്, രക്ഷ അല്ലാഹു നമ്മുടെ മേൽ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. മന്ത്രോച്ചാരണം വാക്കിലൂടെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വിശദീകരിക്കും. ഇതാണ് സ്വർഗത്തിന്റെ അനുഭൂതികൾ. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുകയാണ്. അല്ലാഹു തആല ആ സ്വർഗത്തിൽ കടക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മളെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അല്ലാഹു തആല സ്വർഗം ജൂബാക്കുമാറാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അവർക്കും അല്ലാഹു നരകം ഹറാമാക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.